ഏറ്റവും മനോഹരമായൊരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. നമ്മുടെ തൊട്ടടുത്ത് കടലുണ്ടി പുഴൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ ഉള്ള ഒരു സ്വിമ്മിംഗ് പൂള്, അതേപോലെ തന്നെ മനോഹരമായ കോട്ടേജ്, പിന്നെ അവിടെ നിങ്ങൾക്ക് ഗെറ്റ് ടുഗദറിന് പറ്റിയ കുറച്ച് സ്ഥലങ്ങളൊക്കെ. എന്തല്ലേ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ തന്നെ ഇവിടെ വരുമ്പോൾ കിട്ടുന്ന ഒരു സൗന്ദര്യം, ഇതിൻ്റെ ഒരു എന്താ പറയുക നിശബ്ദത, ഒരു വല്ലാത്തൊരു ഫീലാട്ടോ ഇവിടെ വരുമ്പോൾ. നമ്മുടെ തൊട്ടടുത്താണ്. താമസമാണെങ്കിൽ ഫാമിലിക്ക് പറ്റിയൊരു ചെറിയൊരു പ്രോപ്പർട്ടി കേട്ടോ. അതേപോലെ തന്നെ പിന്നെ സ്വിമ്മിംഗ് പൂള് സെപ്പറേറ്റ് ആണെങ്കിൽ അതിനും നിങ്ങൾക്ക് ഇവിടെ യൂട്ടിലൈസ് ചെയ്യാം. മറ്റ് ഗെറ്റ് ടുഗദറും മറ്റ് പ്രോഗ്രാമുകൾക്കും പറ്റിയൊരു നല്ല മനോഹരമായ ഒരു ആംബിയൻസ്, വളരെ ബ്യൂട്ടിഫുള്ളായ സ്ഥലമാണ് കേട്ടോ. ഇത് സ്പെഷ്യൽ ഉണ്ടാക്കിയതാണോ നിങ്ങൾ വാങ്ങിച്ചാണോ? ഉണ്ടാക്കിച്ചാലേ. ഇത് കാണാൻ പ്രശ്നമില്ല, കാലിങ്ങനെ ആറ്റി കൊടുത്താൽ മതി, അതിനനുസരിച്ചാണ്. ഇത് സംഭവം സൂപ്പറായിട്ടാണ്. പിന്നെ എനിക്ക് കോൾഡാണ്, അതുകൊണ്ട് ഇറങ്ങാത്തിട്ടാ. ബാക്കി നമ്മളെ ഫാമിലി മൊത്തം ഇവിടെ ഉണ്ട്. എനിക്ക് ഇറങ്ങാൻ ആഗ്രഹമുണ്ട്. ഇപ്പോൾ ഇതൊരു ഫോട്ടോ പിന്നെ സ്റ്റിൽ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു ഏരിയയാണ് അവർ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. പുഴയോരം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരുപാട് പേർക്ക് ഡൈനിങ് പറ്റും കേട്ടോ. ഫുഡ് കഴിക്കാനുള്ള സൗകര്യമുണ്ട്, അവിടെ വാഷിംഗ് സൗകര്യമുണ്ട്, ഇത്രയും ഏരിയ പാർക്കിംഗ് സൗകര്യമുണ്ട്, പിന്നെ പ്ലേ ഏരിയ അവിടെയും ഇവിടെയൊക്കെ പ്ലേ ഏരിയ ഉണ്ട്. അതേപോലെ തന്നെ ഇത് മതിലൊക്കെ മനോഹരമായി നല്ല ഡിസൈനിൽ ഇത് മനോഹരമായി അട്രാക്റ്റീവായിട്ടുള്ള ചിത്രമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് റിൻസി വൈഫിൻ്റെ അനിയത്തിയാണ്. പിന്നെ അവരിപ്പോൾ ഒന്നാണ് കുട്ടികളവിടെ നീന്തുന്നുണ്ട് അല്ലേ? എങ്ങനെയുണ്ട് സ്ഥലം? ഇഷ്ടമായോ? സെറ്റല്ലേ? എങ്ങനെയുണ്ട്? സൂപ്പറാ? സൂപ്പർ. എങ്ങനെയുണ്ട് റസിനെ? സൂപ്പറാണല്ലേ? അപ്പൊ ഇത് നമ്മളെ ഫാമിലി ആയിട്ടൊന്ന് വന്നതാട്ടാ. കുറച്ചു നേരമായി ഇവര് നിന്ന് കോബ്രദറാണ്. കമറോ എങ്ങനെയുണ്ട്? ഏരിയ എങ്ങനെയുണ്ട്? ഏരിയ നല്ലൊരു വൈബാണ്. നല്ല വൈബ് ഉണ്ട്. ഓക്കെ, പകലാണെങ്കിൽ നമുക്ക് പുഴ കാണാം, നല്ലൊരു ആംബിയൻസ് ഉണ്ട്. ഓക്കെ, ഫേസ് എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? സ്വിമ്മിങ് എങ്ങനെയുണ്ട്? അപ്പോൾ ഗഫൂർക്കാണ് ഇതിന്റെ ഓണർ. ഗഫൂർക്ക വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. പിന്നെ ഗഫൂർക്ക വേറെ കുറച്ച് പിന്നെ വില്ല കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അല്ലേ ഇവിടെ? ഇപ്പോൾ ഒരു എങ്ങനെ ഈ സ്ഥലം നേരത്തെ നിങ്ങളെ കയ്യിലുള്ളതാണോ? ഞാൻ വാങ്ങിച്ചാണ് അല്ലേ? എങ്ങനെയുണ്ട്? താമസിക്കാനൊക്കെ ആളുകൾ വരാൻ തുടങ്ങിയോ? വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആളുകൾ വരുന്നുണ്ട് അല്ലേ? ഹാപ്പിയാണ് എല്ലാവരും? ഹാപ്പിയാണ്, നന്നായിട്ടുണ്ട് കേട്ടോ. ബാബു എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? നല്ല ഉഷാറായിട്ടുണ്ട് കേട്ടോ. സുഖല്ലേ? വീട് എവിടെ ശരിക്കും? ഞങ്ങൾ വയനാട് കൽപ്പറ്റയിൽ നിന്ന് ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നല്ലേ? അപ്പോൾ എങ്ങനെയുണ്ട് ഈ പ്രോപ്പർട്ടി? നമ്മള് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് ചില്ല് ചെയ്യാൻ പറ്റിയ ആണല്ലേ? പ്രോപ്പർട്ടിയാണ്. അടിപൊളി വ്യൂ ഉണ്ട് അല്ലേ? പൂളൊക്കെ ആകുമ്പോൾ ഒന്നും പറയാനില്ല. പൂളൊക്കെ അടിപൊളി. നിങ്ങൾ എങ്ങനെ ഇതിനെ പറ്റി അറിഞ്ഞത്? ഇൻസ്റ്റാ നോക്കിയിട്ട് അറിഞ്ഞ തന്നെയാണ് അല്ലേ? ഇഷ്ടമായി? ഇന്നലെ താമസം ഇവിടെ തന്നെ ആയിരുന്നു? താമസമൊക്കെ ഇവിടെ തന്നെ ആണല്ലേ? പൂളൊക്കെ ഉപയോഗിച്ച് പോകാൻ നിൽക്കുകയാണല്ലേ? ഓക്കെ, അടിപൊളി, സന്തോഷം കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കാം. ഈ ലൊക്കേഷൻ ഒന്നുകൂടെ കറക്റ്റ് പറഞ്ഞു കൊടുക്കുക. നമ്മൾ പിന്നെ ഗൂഗിൾ മാപ്പിൽ ശരിക്കും എന്തടിച്ചാലും കിട്ടും? ഇത് പുഴച്ചാൽ അടിച്ചാൽ കിട്ടും. പറപ്പൂർ പുഴച്ചാൽ. ഇതിന്റെ പേര് അടിച്ചാൽ കിട്ടത്തൂലേ? പുഴയോരം അടിച്ചാൽ കിട്ടും. പുഴയോരം അടിച്ചാൽ മതി. എന്താ? പുഴയോരം സർവീസ് വില്ല അടിച്ചാൽ കിട്ടും. പുഴയോരം സർവീസ് വില്ല എന്ന് ഗൂഗിൾ ചെയ്താൽ നിങ്ങൾ എക്സാക്ട് ലൊക്കേഷനിൽ എത്താൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ അപ്പുറത്ത് വേങ്ങരയും കോട്ടക്കലിനും ഇടയിൽ അല്ലേ? ചെങ്കുവട്ടിന്ന് കോട്ടക്കല് റൂട്ടില്. ചെങ്കുവട്ടി വേങ്ങര റൂട്ട്. ചെങ്കുവട്ടിയിൽ നിന്ന് വേങ്ങരക്ക് റോഡുണ്ട്, അതിനിടയിൽ പുഴച്ചാലിൽ വന്നാൽ മതി. വീഡിയോ നിങ്ങളുടെ അഭിപ്രായം പറയാം, മാക്സിമം ഷെയർ ചെയ്യാം. അപ്പം ഇങ്ങനെ ടൂറിസത്തെ നമ്മൾ മാക്സിമം പ്രൊമോട്ട് ചെയ്യണമല്ലോ. ഇത്തരത്തിലുള്ള സ്പോട്ടുകൾ വരട്ടെ അല്ലേ? എല്ലായിടത്തും വരട്ടെ, നല്ലതാണ്. ഓക്കെ, സന്തോഷം കേട്ടോ.